ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് പിന്നെ പ്രത്യേകിച്ച് എന്താണെന്നും പറയണ്ടല്ലോ. ഇന്നത്തെ വ്ളോഗ് ഈദ് വ്ളോഗാണ് കേട്ടോ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഈദ് വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി ഈദെല്ലാം കഴിഞ്ഞിട്ട്, കുഴപ്പമില്ല, നമ്മളെന്തായാലും അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റയിൽ ഇങ്ങനെ മെസ്സേജ് വരും, ഈദ് വ്ളോഗ് ഇല്ലേന്ന് ചോദിച്ചിട്ട്. എന്നാക്കാളും തിരക്കാന്ന് കേട്ടോ നമ്മളെ ഫോളോവേഴ്സിന്. ഇൻഷാ അല്ലാ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നലെയും ഇന്നും ആയിട്ടാണ് കേട്ടോ വ്ളോഗ് ഷൂട്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം ഒരു 3-4 പോരാ, ഒരു 8-9 വർഷമായിട്ട് നമ്മൾ പെരുന്നാൾക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് ഈ ഒരു വെൽക്കം ഡ്രിങ്കാണ് കേട്ടോ. പണ്ട് മുതൽ ഈ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, എല്ലാ ഈദ് വ്ളോഗിലും ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഉമ്മാൻ്റെ ചോറിൻ്റെ ചെമ്പിനെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് നല്ല ടേസ്റ്റാട്ടോ. പിന്നെ അത് മാത്രമല്ല, പള്ളിയിലേക്കും കൂടി കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഞാനൊരു 12 പേക്ക് പാലിനേനു കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ 10 പേക്ക് പാലാകുമ്പോഴത്തേക്ക് തന്നെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച മതി, 10 പേക്ക് പാലിന് മതി എന്നുള്ളത്. അപ്പോൾ ഒരുമിച്ച് തന്നെ സേമിയവും പാലും വെള്ളവും എല്ലാം കൂടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പണിയുണ്ട് കേട്ടോ. പണി മീൻസ് പിന്നെ സേമിയം നല്ലോണം വെന്ത് കിട്ടണം. അപ്പോൾ അവിടെ നിന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം. എനിക്കിങ്ങനെ സേമിയം താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ നല്ലോണം കുറുകി കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം വേണം ഇതിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കസ്കസെല്ലാം ഇടുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ ഞാൻ എന്താക്കി, എൻ്റെ ചോറിൻ്റെ ചെമ്പ് കൂടി അതിലും കൂടി മാറ്റിയിട്ട് അങ്ങനെ 2 ചെമ്പിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നിൽ നമ്മൾ ഫ്രൂട്ട്സും നട്ട്സും ഉറുമാമ്പഴവും ആപ്പിളും ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുക്കും. മറ്റേതിൽ നമ്മൾ പാലും സേമിയവും കസ്കസും മാത്രമായിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ തലേന്ന്, അതായത് നോമ്പിൻ്റെ അന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ പാലെല്ലാം സെറ്റായിട്ടുണ്ട്, ഡ്രിങ്ക് സെറ്റായിട്ടുണ്ട്, പിന്നെ പെരുന്നാക്കത്തേക്കുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കടിയൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല, കാരണം എനിക്ക് മസാല ഉണ്ടാക്കൽ ഡ്യൂട്ടി ഉണ്ട് രാത്രിക്ക്. പിന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടി, അലക്കൽ, ആറിയിടൽ, അങ്ങനത്തെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിതാ ഇനിയിപ്പോൾ നമ്മൾ തുണിയാറിയിടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മേലയിലെ ക്ലീനിങ് എല്ലാം ഓൾറെഡി ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. പെരുന്നാളായാലുണ്ടല്ലോ കുറച്ച് എക്സ്ട്രാ ക്ലീനിങ് പരിപാടി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കൽ, മസാല ഉണ്ടാക്കൽ, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ. നമുക്ക് ചെറിയ മോളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച ടൈം നമ്മളെ പണി കഴിയൂല. അപ്പോൾ എന്താക്കണം, നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മളെ ക്ലീനിങ് ഇന്നലെ രാത്രി മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തുണിയാറിടാൻ വേണ്ടിയിട്ട് മുകളിൽ വന്നതാണ്. ഇവിടെ നല്ല രസമാണ് കേട്ടോ, വ്യൂ ഇവിടുന്ന് കാണാൻ നല്ല രസമാണ്. പക്ഷെ എപ്പോഴെങ്കിലും മാത്രമേ നമ്മൾ മുകളിൽ കയറലുള്ളൂ. അങ്ങനെ അതും വീഡിയോ എടുത്ത് പിന്നെ നോക്കുമ്പോൾ ദാ ഇടുന്ന ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ഷിസമോളാണെങ്കിൽ TV നോക്കുന്നില്ല, അവൻ്റെ ഡാൻസാണ് കേട്ടോ നോക്കുന്നത്. അതും ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നമ്മളിതാ തുണിയാറിയിടട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയാണ്. ഇന്നിപ്പോൾ നോമ്പിൻ്റെ കടികളൊന്നും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നില്ല. കാരണം എനിക്ക് വേറെ പണികളുണ്ട് കുറച്ച്. അതുകൊണ്ട് തന്നെ അനിയത്തി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഓളെന്തല്ലോ സംഭവങ്ങളെല്ലാം ആക്കുന്നുണ്ട് എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഫോൺ വിളിച്ചു തരും. അങ്ങനെ ഞാൻ തുണിയാറിയിട്ടിട്ട് ഇതാ താഴെ വന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് ഒരാൾ കടിയെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മ ഒറോട്ടി ഇടുന്നതുകൊണ്ട് തന്നെ അവിടെ അടുപ്പൊഴിവില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പുറം വന്നിട്ട് ഇതാ സമൂസയെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ പഴം പൊരിക്കുന്നുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. നോമ്പിന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എനിക്ക് മാത്രമാണോ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ.
ഒരു വൈബില്ലല്ലോ. എപ്പോഴത്തെയും പോലെ പണ്ടത്തെ പോലത്തെ ഒരു പെരുന്നാളിൻ്റെ ഒരു വൈബ് കിട്ടുന്നില്ലല്ലോ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഓളി എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നവർ പെരുന്നാൾക്ക് ഇവിടെ വന്നവരെല്ലാം പറഞ്ഞാൽ അവർക്കും ഒരു വൈബ് കിട്ടിയിട്ടില്ലേനു കേട്ടാ. ഇനി നിങ്ങൾക്ക് വൈബ് ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് ആക്കേട്ടാ. അങ്ങനെ നമ്മൾ സംസാരിച്ചടി ഒത്തിയല്ലേ. നമ്മൾ നോമ്പ് തുറക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മാൻ്റെ അടുത്തേനു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ പണ്ടത്തെ ആ ഒരു ഫ്ലോ പോയിട്ടുണ്ട്, വീഡിയോ എടുക്കാനുള്ള ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നത്. അപ്പോൾ നോമ്പ് തുറയെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് നമ്മൾ ഇശാ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ആ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അതാണ് നമ്മളെ മെനു കേട്ടോ. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതേന്, പക്ഷെ പിയാപ്പിളമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതെല്ലാം അങ്ങ് സ്കിപ്പ് ചെയ്ത്. ഏകദേശം ഒരു 3-4 വർഷത്തോളം ഞാനും ചെറിയ ഒരുമിച്ചൊരു പെരുന്നാൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് മാത്രമാണ് കേട്ടോ, ഇല്ലാണ്ടുള്ളൂ. എല്ലാ പെരുന്നാൾക്കും നാട്ടിൽ വരുത്തുന്നുണ്ട്, പക്ഷേ ഇപ്രാവശ്യം വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതടക്കട്ടെ, നമുക്ക് നമ്മളെ മസാല പ്രിപ്പറേഷൻസിലേക്ക് വരാം. ഉള്ളിയെല്ലാം തൊളി കളഞ്ഞ് സെറ്റാക്കി തരാൻ നമ്മളെ ടീമുണ്ട് കേട്ടോ. ടീം എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പിയും മൊത്തത്തിൽ റെഡിയാക്കി കൊണ്ടു തന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം തൊളി കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ചതച്ച് എനിക്ക് മസാല ഉണ്ടാക്കുക മാത്രമേ ചെയ്യുള്ളൂ, വലിയ പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഉള്ളി കട്ട് ചെയ്യാൻ നമുക്ക് പ്രീതീസ് ചെയ്യേണ്ട മിക്സി ഉണ്ട്. പക്ഷേങ്കിലേ ആ മിക്സി കഴുകേണ്ട മടി കൊണ്ട് ഞാൻ കഴുകാൻ കുറച്ച് പണിയാണ്. ഉപയോഗിക്കാത്തതുകൊണ്ട് അത് നല്ലോണം കഴുകണം, പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും നല്ലോണം കഴുകണം. അതിനും നല്ലത് ആ ടൈം ലാഭിച്ചിട്ട് നമുക്ക് തന്നെ കട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല എളുപ്പമാണ് അതിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പം കുഴപ്പമില്ല. പിന്നെ നമ്മളെ മമ്മിക്കാണെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ കേണം, പതക്കുന്ന വെള്ളത്തിൽ കഴുകിയെടുക്കണം, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യാനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉള്ളി നല്ലോണം വാടി വന്ന് ഇനി ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഇട്ട് പിന്നെ ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ലോണം വാടി വരട്ടെ. പിന്നെ ഇറച്ചിയും നല്ലോണം കഴുകി സെറ്റാക്കി കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ടീം കുട്ടിയുള്ളതുകൊണ്ട് തന്നെ എനിക്ക് വേഗം പണി സെറ്റാക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം ഫുൾ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങളങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ തന്നെ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നു, പക്ഷെ അല്ല കേട്ടോ, എല്ലാവരും സൈഡിലായിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ പണിയെടുക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. ഞാൻ ഇത് പറയാൻ കാരണം നമ്മളെ പണ്ടത്തെ വ്ളോഗിൽ ഒരു കമൻ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ അങ്ങനെയാണെന്ന് എന്നെല്ലാം പറഞ്ഞത് അത് എൻ്റെ മനസ്സിന് പോകുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളെ മസാല ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ മട്ടൻ ബിരിയാണിക്കില്ലേ മട്ടൻ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഈ പൊരിച്ച ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നമ്മൾ വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കച്ചമ്പറിയും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് എല്ലാം അതിൻ്റെ നടുക്കായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനിപ്പോൾ പറയാൻ വിചാരിച്ചേ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രിങ്കിലേക്കുള്ള ഉറുമാമ്പയും സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതും ഇട്ട് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളെല്ലാം ഇട്ട് അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് നമ്മളെ ജ്യൂസും കുടിച്ച്, ജ്യൂസല്ല നമ്മളെ ഡ്രിങ്കും കുടിച്ച് കുറച്ച് പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ട് നെക്സ്റ്റ് മണി. അപ്പോൾ അതും കഴുകി എടുത്ത് കഴിഞ്ഞ് മസാല കൂക്കി വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നലെ മൊത്തത്തിൽ ഡീപ്പ് ക്ലീൻ ആക്കിയതാണ് പെരുന്നാൾ പ്രമാണിച്ച്. പക്ഷേ ഇല്ലേ പെരുന്നാളിൻ്റെ തലേന്ന് തുടച്ചിട്ടില്ലെങ്കിൽ ഒരു എന്തോ ഒഴിഞ്ഞ പോലെയാണ്. എനിക്ക് മാത്രമാണോ ഇനി എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. അപ്പോൾ കൂടുതൽ പരങ്ങിയിട്ടൊന്നുമില്ല. നമ്മളെ വർക്ക് ഏരിയയിൽ മാത്രമാണ് കുറച്ച് വൃത്തികേടായിട്ടുള്ളൂ. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് തുടക്കുന്നതിന് മുന്നേ നമ്മളെ നാളത്തേക്കുള്ള ബത്തൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല തണുപ്പും കിട്ടും, പിന്നെ കട്ടേലിൻ്റെ ആ ഒരു പയ്യാരം കുറഞ്ഞു കിട്ടുമല്ലോ. നാളെ എനിക്ക് ദമ്മിടൽ പരിപാടി മാത്രമേ ചെയ്യാൻ പറ്റൂ. കുറേ കാലങ്ങളായിട്ട് അങ്ങനെയാണ് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിലുള്ളേരം കേട്ടോ. നമ്മൾ നാട്ടിലില്ലാത്ത സമയത്ത് ഒറ്റയ്ക്കുള്ള സമയത്താണെങ്കിൽ നമ്മൾ കുറച്ചധികം പണിയെല്ലാം ഉണ്ടാവും. ഇതിപ്പോൾ പണിയെല്ലാം കുറവാണ് കേട്ടോ, കാരണം മമ്മി ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ വത്തക്കെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതാ തുടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മാർബിളുള്ളവരാണെങ്കിൽ ഇതേപോലെ ₹1 ഷാമ്പു വാങ്ങിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ലൊരു തിളക്കം കിട്ടും, നല്ലൊരു ഷൈനിങ് ആണ് കേട്ടോ. മാർബിളിന് മാത്രമാണ് കേട്ടോ. ടൈൽസിൻ്റെ കാര്യം എനിക്ക് അറിയില്ല, ചിലപ്പോൾ എഴുതുമായിരിക്കും ടൈൽസിലെ.
മാർബിൾ അങ്ങനെ സീനൊന്നുമില്ല, നല്ല ഷൈനിങ് കിട്ടും കേട്ടോ. നമ്മൾ കുറേ കാലമായിട്ട് അങ്ങനെയാണ് തുടച്ചെടുക്കൽ, വഴുതി പോകുന്നില്ല. പിന്നെ അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വെള്ളത്തിൽ തുടച്ചെടുക്കുന്നേ ഉള്ളൂ. ഇന്നലെ മൊത്തത്തിൽ ഡീപ്പ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ കുട്ടികളെല്ലാം ഉമ്മാൻ്റെ അടുത്താക്കിയിട്ടാണ് കേട്ടുള്ളത്. ആരും ഇല്ലെങ്കിലേ, ഈ വീട്ടിൻ്റെ ഉള്ളിൽ ആരും ഇല്ലാണ്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ വേഗം പണി ചെയ്യും. അവരെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് ടൈം അങ്ങ് പോയി കിട്ടും കേട്ടോ. അപ്പോൾ വിസിൽ വരുമ്പോഴത്തേക്കും നമ്മളെ തൊട കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിലെ വേഗം വെന്ത് കിട്ടും, എന്താണെന്നറിയില്ല. നമ്മളെ മട്ടൻ കുറച്ച് വെന്ത് പോയിട്ടുണ്ടേനു, കുഴപ്പമില്ല, നമുക്ക് നാളെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് സെറ്റാക്കി എടുക്കാം. ഇനി നമ്മളെ വീട് മൊത്തത്തിലൊന്ന് മണപ്പിച്ചെടുക്കാം. മണത്തിനോട് എനിക്ക് ഭയങ്കര അഡിക്ഷനാണ് കേട്ടോ. ഇതേപോലത്തെ സ്പ്രേ എല്ലാം, ഈ ലെമണിൻ്റെ സ്പ്രേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. കുറേ സമയം സ്മെല്ല് നിൽക്കുകയും ചെയ്യും രാവിലെ വരെ. അങ്ങനെ പിന്നെ എ സിയും കൂടി ഇടുന്നുണ്ട്, പിന്നെ സെറ്റാണ്, നല്ലൊരു വൈബാണ്. അപ്പോൾ സ്പ്രേ അടിച്ച് നമ്മളെ ലൈറ്റെല്ലാം ഓഫാക്കി ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോക്കാന്ന് കേട്ടോ. സമയം ഇപ്പം ഏകദേശം 10:30 മണിയായിട്ടുണ്ട്. 10:30 ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മളെ പണികൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങണം. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സെല്ലാം എടുത്തിട്ടുള്ളത്. ഞാൻ നൈറ്റ് മാത്രമേ യൂസ് ആക്കുള്ളൂ. ഇതൊന്നും എനിക്ക് തീരെ കംഫർട്ടല്ല കേട്ടോ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ വീഡിയോ എടുക്കുന്നതും പിന്നെ പെരുന്നാളെല്ലാം ആയതുകൊണ്ടും എന്താ പറയുക, ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് ഇന്നാണോ പെരുന്നാൾ എന്നെല്ലാം കുറച്ച് കമൻ്റ് അടിയെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വരെ ഇവിടെ കമൻ്റ് അടിയാണ് ഗൈസ്, കമൻ്റ് അടി. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇതാ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോക്കാന്ന്. പിന്നെ ഈ വണ്ടി വേണ്ടവർ കമൻ്റ് ആക്കട്ടോ, കമൻ്റ് ആക്കണ്ട, ഈ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി. ഈ വണ്ടി മാത്രമല്ല കേട്ടോ, വേറെ വണ്ടിയും ഉണ്ട്. അപ്പോൾ വേണ്ടുന്നവർ മാത്രം മെസ്സേജ് ആക്കാം. അഫോർഡബിൾ റേറ്റിന് സെക്കൻഡ് ഹാൻഡ് വണ്ടിയും പിന്നെ റെൻറ്റിനും പിന്നെന്താ പഴയ വണ്ടി പുതിയതാക്കാനും പിന്നെ പുതിയ വണ്ടി എടുക്കാനും എല്ലാം ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി. പിന്നെ മെസ്സേജ് മാത്രം ആക്കിയാൽ മതി കേട്ടോ. പിന്നെ വേണ്ടുന്നവർ മാത്രം മെസ്സേജ് ആക്കിയാൽ മതി. സ്വന്തം വീട്ടിലെ പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളെ വീഡിയോ എടുക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ റോട്ടിയും നെയ്പ്പത്തിലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ തലേന്ന് നെയ്പ്പത്തിലില്ലാത്ത പരിപാടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നെയ്പ്പത്തിലേ ചുട്ടെടുക്കുന്നുണ്ട്, ഞാനല്ല, ഇവിടുന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പിന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ച് നമ്മളിപ്പുറം വന്ന് കിടന്നുറങ്ങി. നമുക്ക് എന്താ പറയുക, മൈലാഞ്ചിയിലിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നഖത്തിന് മറ്റേ മൈലാഞ്ചി ഇടാനുള്ള സാഹചര്യം എൻ്റെ മക്കൾ എനിക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നഖത്തിന് മാത്രം ഇട്ട് പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാഷാ അല്ലാഹ് ഒരു പെരുന്നാൾ കൂടി വരവായി, അൽഹംദുലില്ലാ. പിന്നെ എന്താ പറയുക, അപ്പോൾ അങ്ങനെയെല്ലാം കാര്യങ്ങൾ. കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടേനും. കാരണം കുറച്ച് പണികളുണ്ട്, ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെന്താ പണി, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പെരുന്നാളിൻ്റെ അന്ന് കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. ഇന്ന് നമ്മൾ കത്തലൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല, അതായത് രാവിലത്തെ ഫുഡൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. രാവിലെ തന്നെ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ കഴിക്കുക. രാവിലെ എന്തെങ്കിലും ചായയും കടിയും ലൈറ്റായിട്ട് കഴിക്കും. പിന്നെ ഒരു 10 മണി 9:30 ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ബിരിയാണി സെറ്റാവും, ദമ്മെല്ലിട്ട് സെറ്റാവും. ജസ്റ്റ് ഒരു ചായയും പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഒരു കടി. അപ്പോൾ ഷയാൻ്റെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇസ്തിരിയെല്ലാം ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൈലാഞ്ചി കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റെയിന് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു ഡാർക്ക്നെസ് കിട്ടുന്നില്ല കേട്ടോ. പണ്ട് സെയിം നമ്മൾ വാങ്ങിക്കുന്നത് തന്നെയാണ് വാങ്ങിക്കൽ, പക്ഷേങ്കിൽ പണ്ടത്തെ ആ ഒരു സ്റ്റെയിൻ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഉപ്പയും ഷാനും കാക്കിയും എല്ലാവരും കൂടി പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത്. അപ്പോൾ അതൊന്നും അടിച്ച് വരിയെടുക്കലാണ്. ഞാൻ മുറ്റത്ത് കീയൽ നല്ല കുറവാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ മുറ്റം അതുപോലെയാണ് കേട്ടുള്ളത്. ഞാൻ അതും കെയർ ആക്കലില്ല, മതി എന്നുള്ള വിചാരിച്ചിട്ട്. പിന്നെ ആരെങ്കിലും ഇല്ലേ പുതിയ വീടെടുക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഫ്രണ്ടിൽ ഈ പുല്ല് വെക്കാത്തതാണെന്നല്ലേ. ആദ്യത്തെ ഒരു വർഷമെല്ലാം നമുക്ക് നല്ല രസമുണ്ടാവും. പിന്നില്ലേ ആ പുല്ലല്ലാത്ത വേറെ കുറേ പുല്ല് അതിൻ്റെ ഇടയ്ക്കിൽ വരും. അപ്പോൾ അതെടുക്കാനോ നമുക്ക് നേരെ ഉണ്ടാവും. ഈ പുല്ലിൻ്റെ കാര്യം ശ്രദ്ധിക്കാനോ ടൈം ഉണ്ടായും. ഞാനിപ്പോൾ നോക്കില്ല കേട്ടോ, അതേപോലെ നോക്കാത്ത പോലെ തന്നെ അങ്ങനെ വൃത്തികേടായിട്ട് ഞാൻ എന്നിട്ടുള്ളത്. നമുക്ക് സത്യം പറയുന്നതെന്നാ നോക്കലെല്ലാം ഭയങ്കര പണിയാണ് കേട്ടോ, ഈ പുല്ലെല്ലാം സെറ്റാക്കി നോക്കൽ. അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്.
ഇവിടെ ഒരു 7 മണിക്കാണ് കേട്ടോ നിസ്കാരം. അപ്പോൾ ഒരു 8-8:15 തന്നെ ആളെല്ലാം വരുത്തി തുടങ്ങും. അതുകൊണ്ട് തന്നെ അതിലും മുന്നേ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു പ്രൈമറും ലിപ്സ്റ്റിക്കും ജസ്റ്റ് ഒന്ന് കണ്ണെഴുതുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എവിടെയും പോകുന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് സെറ്റാകാമെന്ന് വിചാരിച്ച്. ഇതാണ് കേട്ടോ നമ്മളെ ഈദ് ഔട്ട്ഫിറ്റ് വരുന്നത്. സൗദിയിലുള്ള സമയത്ത് ഷീനിൽ അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് ഓർഡർ ആക്കിയതാണ് കേട്ടോ. പെരുന്നാൾക്ക് ഇടണമെന്ന് വിചാരിച്ചിട്ടൊന്നും വാങ്ങിച്ചതല്ല, അന്നേരം കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ച്. കുറേ കാലമായിട്ട് നാട്ടിലുള്ള സമയത്ത് ഈദ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യലില്ല. പിന്നെ സൗദിയിലുള്ള സമയത്ത് അതിനായിട്ടെല്ലാം പോക്കുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കുറവാണ് കേട്ടോ. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്ക് ഇതിനെല്ലാം മെനക്കെടണം, അതുകൊണ്ട് തന്നെ ജസ്റ്റ് അങ്ങ് സ്കിപ്പാക്കും കേട്ടോ. അപ്പോൾ ഷെയാന് നമ്മൾ മറ്റേ എന്താ പറയുക സ്കൂളിൽ ബുക്സ് വാങ്ങിക്കാൻ പോയ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. ഓനാണെങ്കിൽ ഉമ്മാൻ്റെ കൂടെ ദുനിയാവുള്ള സ്ഥലത്ത് തേച്ച് പോകുമ്പോൾ ഏത് കല്യാണം ഒഴിവാക്കൂല കേട്ടോ. അപ്പോൾ എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും നമ്മൾ നാട്ടിൽ നിന്ന്, അതായത് സൗദിയിൽ വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല നമ്മളെ കാര്യങ്ങൾ. ഷീനാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത്. കുഴപ്പമില്ല. പിന്നെ നമ്മളങ്ങനെ എവിടെ പോകുന്നൊന്നുമില്ലല്ലോ, ചെറിയൊന്നും ഇല്ലേനു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പെരുന്നാക്കിൽ ഒരു വൈബ് കിട്ടിയിട്ടില്ലേനു. പണ്ടത്തെ പെരുന്നാൾ അടിപൊളിയേനു കേട്ടോ. പിന്നെ പെരുന്നാളിന് എന്താ പറയുക മൈലാഞ്ചിടൽ, തലേ ദിവസം അതായത് പെരുന്നാളിൻ്റെ തലേന്ന് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്, അങ്ങനെയുള്ളതായിട്ടൊരു രസേനു. പക്ഷേങ്കിൽ എന്തോ ഇപ്രാവശ്യത്തെ പെരുന്നാൾ എനിക്കൊരു ഇഷ്ടമായിട്ടില്ല. അങ്ങനത്തെ ആ പള്ളിയിൽ നിന്ന് ഇനി എല്ലാവരും വന്നിട്ടുണ്ട്, അവർക്കുള്ള ഡ്രിങ്കെല്ലാം കൊടുക്കലാന്ന്. പിന്നെന്താ വേറെ ഒന്നുമില്ല. ഡ്രിങ്ക് കൊടുത്ത് കുറച്ച് സമയം അവരോടെല്ലാം വർത്താനം പറഞ്ഞ് ഫോട്ടോ എടുക്കലാണല്ലോ മെയിനായിട്ട് പണി. എല്ലാവരും ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പോൾ അതാ എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഡ്രിങ്കെല്ലാം കുടിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. എല്ലാവരുടെയും പായസം ആയിരിക്കൂലേ ഉണ്ടാകുക. പായസം ആർക്കും വേണ്ട, എല്ലാവർക്കും എരുമ്പാണ് ചോദിക്കും പായസമാണോ എന്നാൽ വേണ്ട. നമ്മുടെ പായസമെല്ലാം തണുത്തതാണ്. തണുത്തതാണെങ്കിൽ പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് ആൾക്കാർ വന്ന് കുറച്ച് ആൾക്കാർ പോയി. എല്ലാവർക്കുള്ള ഡ്രിങ്ക് കൊടുത്ത് കുറച്ച് സമയം സംസാരിച്ച് സെൽഫി എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ നമ്മൾ പെരുന്നാൾ ഇങ്ങനെ പോക്കാന്ന് കേട്ടോ. അവർക്കും എല്ലാടെയും കയറണമല്ലോ, പിന്നെ നമുക്കും പോകാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ അവർക്കുള്ള ഫോട്ടോ എടുത്ത് കൊടുക്കൽ, പിന്നെ വീഡിയോ എടുത്ത് കൊടുക്കൽ, ഇങ്ങനത്തെ കുറച്ച് പണി. പിന്നെ ഇതാ സിംഗിളായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടോ അടിയേനുണ്ടോ 2 മിനിറ്റ് നീ അങ്ങോട്ടേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് എനിക്ക് പോകാനുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇക്കാക്ക് ഇതാ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഓന് പോയിട്ടുണ്ട് കേട്ടോ. ഓളെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ഉപ്പാൻ്റെ പെങ്ങളെ മോനാണ് കേട്ടോ. നേരത്തെ കണ്ണിട്ടിട്ടുണ്ട്. ഓനെ പ്രത്യേകം കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഗൈസ്. അപ്പോൾ പ്രത്യേകം എല്ലാവരും കണ്ടിട്ടില്ലേ, നോട്ട് ചെയ്തോട്ടാ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു ഫാമിലി പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഷ്ടപ്പാടാണ് കേട്ടോ. ഉപ്പയില്ലേ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ യൂട്യൂബിലിടണ്ടെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്നിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു എന്താ യൂട്യൂബിലിട്ടാൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാവർക്കും എന്തോ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെയാണ് കേട്ടോ. ഞാനും ഉക്കാക്കി ഒഴികെ ബാക്കി എല്ലാവർക്കും ഫോട്ടോ എടുക്കുന്നതിനെതിരാണ് കേട്ടോ, വീഡിയോ എടുക്കുന്നതിനും എവിടെയെങ്കിലും ഇടുന്നതിനല്ലോ. അപ്പം നമ്മൾ അനിയത്തിയും ഞാനും കൂടി ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ക്ലിപ്സാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉമ്മാനോടൊരു ഈദ് മുബാറക്ക് പറഞ്ഞതാണ്, മറക്കാൻ പറ്റാത്തൊരു ഈദ് മുബാറക്ക് കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളെ ഈദ് ഫിറ്റ് ചെക്ക് അത്. പിന്നെന്താ, പിന്നെ നമ്മളെ കുറച്ച് എന്താ പറയുക അല്ലറ ചില്ലറ ഫോട്ടോ എടുക്കൽ, ഫാമിലി ഫോട്ടോ എടുക്കൽ. ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ ചെറിയില്ലല്ലോ, നമ്മൾ മക്കൾസായിട്ട് ഫോട്ടോ എടുക്കൽ അങ്ങനെയെല്ലാം ആയിട്ട്. പിന്നെന്താ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മളെ പെരുന്നാളെന്ന് പറയുകയാണെങ്കിൽ. ഇനിയിപ്പോൾ ഫുഡും കഴിച്ചിട്ട് എല്ലാവരും ഒന്ന് കയറി ഇറങ്ങിയിട്ട് വരണം. ഫസ്റ്റ് എൻ്റെ മാപ്പിളിൻ്റെ വരക്കോണം, പിന്നെ എൻ്റെ മാപ്പിളിൻ്റെ വരക്കോണം, പിന്നെ ഉമ്മാൻ്റെ മാപ്പിളിൻ്റെ വരക്കോണം. ഉമ്മ വരില്ല കേട്ടോ, നമ്മൾ വേണം. നമ്മളുപ്പാൻ്റെ ആൾക്കാരടുത്ത് നമ്മളുപ്പാൻ്റെ വീട്ടിൽ. അപ്പോൾ ആടെയെല്ലാം പോകണം. അപ്പോൾ അങ്ങനെയില്ലാന്ന് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫുഡ് വിളമ്പണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദമ്മ പൊട്ടിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വെറുതെ ചോറേനു കേട്ടോ. ഉമ്മാനോട് ഞാൻ വെള്ളം ഒരു വിധത്തിലും അധികമാക്കരുത്, പിന്നെ കറക്റ്റ് വേവിക്കണം എന്നിട്ട് ടോർച്ചറാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പെരുന്നാൾക്ക് കുറച്ച് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പെരുന്നാൾക്ക് സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ.
പിന്നെ ഉമ്മ തന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ബത്തക്ക ഇന്നലെ രാത്രിക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ മാങ്ങ ഉപ്പ സെറ്റാക്കിയിട്ടുണ്ട്. ടേബിൾ തുടക്കേണ്ട കുഴിമടി കാരണം ഞാൻ എന്താക്കി, ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഷീറ്റിൽ ഫുഡ് കഴിക്കാന്നേനു കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇല്ല, നമ്മൾ സൗദിയുള്ള സമയത്ത് എല്ലാവരും ഷീറ്റിലുള്ള ഫുഡ് കഴിക്കും, നാട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല കേട്ടോ. ഉമ്മാനോടുള്ള ഷീറ്റിൽ കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നിലത്തുനിന്ന് തിന്നുന്ന പോലത്തെ ഫീലെല്ലാം അങ്ങനത്തെ ഒരു ഇതാണ്. അതെന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ പ്ലേറ്റെല്ലാം കുറേ കാലങ്ങളായിട്ട് പൂട്ടി വെച്ച പ്ലേറ്റെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മൊത്തത്തിലൊന്ന് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ച് വാരലും ജസ്റ്റ് ഒരു തൊടയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുട്ടികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് നിലത്തല്ലാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു തൊടയും കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ദൈവരെയെല്ലാം ഒന്ന് മാറ്റിക്കലാണ്. ഇഷമോൾ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. നമ്മൾ ഇത് എവിടുന്നതിനുപ്പം വാങ്ങിയേ, ഇത് 19 വാങ്ങിയതാണ് കേട്ടോ. 19 മൈൽ ആടെ ഒരു കിഡ് കെയർ ആടെ നിന്ന് വാങ്ങിയതാണ്. ഷിസമോൾ നമ്മൾ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഫ്രോക്ക്. ഇഷമോക്കും ഫ്രോക്ക് ഉണ്ടായിരുന്നു. പക്ഷെങ്കിലേ നമ്മളെപ്പോൾ ഒരു ദിവസം 19 കയറിയ സമയത്ത് ഷെയാന് പെയിൻറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയത് എനിക്ക് നല്ല ഇഷ്ടമായി, കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഞാനില്ലേ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാവരുടെ ഡ്രസ്സിലും ഒരു വൈറ്റ് ടച്ച് ഉണ്ടാവും. അത് എൻ്റെയിലായിക്കോട്ടെ, ഷെയാൻ്റെയിലായിക്കോട്ടെ, ഷിതൻ്റെയിലായിക്കോട്ടെ. ഇപ്രാവശ്യം ഈശമോക്ക് മാത്രം ബ്ലാക്ക് കേട്ടാ, ബാക്കി എല്ലാവരും വൈറ്റ് ടച്ചിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഷിമ്മർ ഹിജാബിൽ തന്നെ എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട്. പക്ഷേങ്കിൽ ലാസ്റ്റ് ഇട്ടോക്കി ലാസ്റ്റ് മിനിറ്റ് ഈ വൈറ്റ് ഷോൾ തന്നെ എത്തും കേട്ടോ. അതെന്താണെന്നറിയില്ല, വൈറ്റ് ഇട്ടാലേ ഞങ്ങൾക്കൊരു ഇത് കിട്ടുന്നുള്ളൂ. എനിക്ക് മാത്രമല്ല, നമ്മളെ സ്വന്തം അനിയത്തിക്കും. അങ്ങനെ ഇതാ നമ്മൾ ഫോട്ടോയിലെടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, പുരക്കുന്ന് ഇറങ്ങിയിട്ടുണ്ട്. മമ്മീനോട് കുറേ ചോദിച്ചു, വരുന്നോ. മമ്മി പറഞ്ഞ് പെരുന്നാൾക്ക് എന്നെ ഏടിയും വിളിക്കണ്ട, ഞാൻ ഏടിയും വരൂല, അല്ലെ വലിയ വരുന്ന മാതിരിയുള്ള വർത്താനം, എന്നിട്ട് ഏടിയും വരൂല കേട്ടോ. പുരക്കന്നെ അങ്ങാട് കുത്തിരിക്കുന്ന ഒരു ടൈപ്പാണ്. പക്ഷെ എല്ലാ മംഗലത്തിനും എന്താ പറയുക, പരിപാടിക്ക് ആരെങ്കിലും വിളിച്ച പരിപാടിയെല്ലാം ഉണ്ടാവില്ലേ, ആരെങ്കിലും അല്ല ഇപ്പോൾ നമ്മളെ കുടുംബക്കാരെ, അതൊന്നും ഒഴിവാക്കില്ല കേട്ടോ. പക്ഷെ നമ്മളെവിടെയെങ്കിലും ഒന്ന് പുറത്തോ ഒരു ബീച്ചിലോ ഒരു പാർക്കിലോ എവിടെയും പോകാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഴിയാത്ത ക്ഷീണമില്ല. അങ്ങനെയാണ് കേട്ടോ. പെരുന്നാൾക്ക് പിന്നെ പ്രത്യേകിച്ച് വരൂല. അങ്ങനെ ഇങ്ങനത്തെ മമ്മീസ് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ആക്കട്ടാ. അങ്ങനെ ഞാനും ഫസ്റ്റിനെയും കുട്ടികളും മാത്രമാണ് കേട്ടോ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കയറിയിട്ടുള്ളത് ഉപ്പാൻ്റെ ഒരേ ഒരു പെങ്ങളെ വീട്ടിൽ, പിന്നെ ഉപ്പാൻ്റെ പെങ്ങളെ ഒരേ ഒരു മുള വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരുടെയും കയറി ഇറങ്ങണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഏടുന്നും പായസം കുടിക്കാനും വെള്ളം കുടിക്കാനുള്ള ആ ഒരു ഇത് നമുക്കില്ല. നമ്മൾ ഫുഡ് കഴിച്ചപാടും ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ കയറി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ നേരത്തെ രാവിലെ കാണിച്ച കന്നഡൻ്റെ വീടാണ് കേട്ടോ. നമ്മളെ ഉപ്പാൻ്റെ പെങ്ങളെ മോന് ഓൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും ഇത് മുബാറക്ക് പറഞ്ഞപ്പടക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നാട്ടിലില്ലാത്ത സമയത്തേനു കേട്ടോ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ടുള്ളത് ഉപ്പാൻ്റെ അനിയൻ്റെ മോള്. ആടെയും കയറി ആടെ നമ്മളൊരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ഉപ്പാൻ്റെ വീടാണ് കേട്ടോ, ഉപ്പുമാൻ്റെ വീട്. പണ്ടത്തെ വ്ളോഗ് കാണുന്നവർക്ക് കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടാവും. ഇത് കാണുമ്പം ഒരു വിങ്ങല എന്താണെന്നറിയില്ല. എപ്പോഴും നമ്മൾ ഓരോ ദിവസവും പറയും കേട്ടോ, ഉപ്പുമ്മ ഉണ്ടെങ്കിൽ ഉപ്പാപ്പ ഉണ്ടെങ്കിൽ എന്നെല്ലാം പറഞ്ഞിട്ട്. പ്രായമായവർ ഉണ്ടായാൽ തന്നെ ഒരു രസമാണ് കേട്ടോ. നമ്മളാണെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ എപ്പോഴും അടുത്തേക്ക് പോവും. അവിടെ ഇരുന്ന് ഒരു രാത്രി ഫുഡെല്ലാം കഴിച്ച് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് അവിടെ പോയിട്ട് ഇരിക്കും രാത്രിയാകുമ്പോൾ. അതെല്ലാം വല്ലാണ്ട് മിസ് ചെയ്യുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഉപ്പുമാനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. നമ്മൾ ഡെയിലി ഇങ്ങനെ പറയും ഉപ്പുമ ഉണ്ടെങ്കിൽ എന്നിങ്ങനെ എപ്പോഴും പറയും കേട്ടോ. എന്തോ ഒരു സങ്കടം. അത് വിട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അടുത്തേക്കാണ്. ഫസ്റ്റ് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ എടുക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മറന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഓളം മക്കളുടെ അവർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആടുന്നും ഇറങ്ങി ആടെയും ജസ്റ്റ് ഒരു അരമണിക്കൂർ ആടെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരുമായിട്ട് കുറച്ച് സമയം സംസാരിച്ച് വെറുതെ ഇരുന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോകുന്നത് അടുത്തേക്കാണ് നമ്മളെ മാപ്പിളുടെ വീട്ടിലേക്ക്. ആടെ നോക്കുമ്പോൾ ഉമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ, ഇവിടെ ഉള്ളവരെല്ലാം എവിടെയോ പോയിനി. അപ്പോൾ ആടെയും കുറച്ച് സമയം നിന്ന് ഒരു 1/4 മണിക്കൂർ ഒരു 20 മിനിറ്റ് ആടെ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെള്ളമെല്ലാം കുടിച്ച് അപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്.
ഇനി ഇപ്പോൾ അടുത്തേക്കാണ് പോകുന്നത്. ഇനിയാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ വീഡിയോ കാണുന്നതല്ലേ, വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓയ് നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് നല്ല സുഖസുന്ദരമായിട്ട് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഗൈസ് ഇതാണ് അവസ്ഥ. രണ്ടും കൂടി വണ്ടി കയറി കഴിഞ്ഞാൽ, രണ്ടല്ല 3 കൂടി വണ്ടി കയറി കഴിഞ്ഞാൽ ചൊറയാന്ന് കേട്ടോ, കരഞ്ഞോടുക്കും. ഇഷമോള് ഇടയ്ക്കൊരു തോണ്ടാൻ വേണ്ടിയിട്ടുണ്ട്. എൻ്റെ സെയിം സ്വഭാവമാണ് കേട്ടോ. അവൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും തോണ്ടണം, അങ്ങനെ കരഞ്ഞ് സീനാക്കി എൻ്റെ കലമ്പെല്ലാം കേട്ടിട്ട് അങ്ങനെ ഇരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ബ്രേക്ക് പിടിച്ച് സൈഡാക്കി നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നല്ല കോമഡി ആയിരുന്നു കേട്ടോ. ഇതൊന്നും ഞാൻ എല്ലാ വ്ളോഗിലും കാണിക്കില്ല, പക്ഷേ ഇതും കൂടി നിങ്ങൾ കാണണം ഗൈസ്, കാണണം. അതുകൊണ്ട് കാണിക്കുന്നതാട്ടാ. കാരണം വീഡിയോ കാണുന്നവർക്ക് അടിപൊളി എന്നെല്ലാം വിചാരിക്കും, പക്ഷേ ഇതിൻ്റെ സൈഡിൽ കുറേ കരച്ചിലും പിടിച്ചിലെല്ലാം ഉണ്ടാവലുണ്ട്. പ്രത്യേകിച്ച് ഇഷമോളും ഷിസമോളും കേട്ടോ. പിന്നെ ഇനി നമ്മൾ നേരെ വന്നിട്ടുള്ളത് നമ്മളെ ഉമ്മാൻ്റെ സൈഡിലേക്കാണ് കേട്ടോ. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക്. ആദ്യം ഉപ്പാൻ്റെ സൈഡ് പോയി, പിന്നെ വസ്നാൻ്റെ മാപ്പിളിൻ്റെ സൈഡ് പോയി, പിന്നെ എൻ്റെ മാപ്പിളിൻ്റെ സൈഡ് പോയി, പിന്നെ നമ്മൾ സ്വന്തം ഉമ്മാൻ്റെ ആൾക്കാരിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മളെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക്. ഇവിടെ നല്ല അടിപൊളി എന്താ പറയുക, കിഡിലോസ്കി പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രഥമൻ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആടെ കുറച്ച് സമയം നിന്നിട്ടുണ്ട്. പിന്നെ ഇഷമോൾ പിന്നെ മട്ടൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം തിന്നുന്നുണ്ട് കേട്ടോ. ഓക്കാണെങ്കിൽ രാവിലെ ചോറ് കൊടുത്തിട്ട് ഓൾ തിന്നിട്ടേ ഇല്ലേനു. അപ്പോൾ ഓക്ക് നല്ല വിശപ്പ്. അപ്പോൾ ഓളാടുന്ന കുറച്ച് മട്ടൻ ഫ്രൈ എല്ലാം തിന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വന്നിട്ടുള്ളത് നമ്മളെ സ്വന്തം തറവാട്ടിലേക്ക്. തറവാട് കുറച്ച് മുന്നേ കാണിച്ചതാണ് കേട്ടോ. ഇത് നമ്മളെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്. ഇവിടെയും കുറച്ച് സമയം നിന്ന് നമ്മൾ അപ്പുറത്ത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ ആരും ഇല്ലേനു കേട്ടോ. അവർ ഓടിയോ പോയിട്ടുണ്ടേനു. അപ്പോൾ അവിടെ ഒരു കുറച്ച് സമയം നിന്ന് വർത്താനെല്ലാം പറഞ്ഞ് ഒരു 7:30-8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് നേരെ നമ്മളെ പുരക്കേക്ക് പോക്കാന്ന് കേട്ടോ. അങ്ങനെ ഇതോടുകൂടി നമ്മളെ പെരുന്നാൾ കഥം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുൾ ടയേർഡായി കേട്ടോ. കാരണം രാവിലെ 5:30 ഒരു 5:15 ആ ഒരു ടൈം എണീറ്റതാ. ഇതുവരെ ഒന്നും ഇരുന്നിട്ടില്ല കേട്ടോ, ഒന്ന് റെസ്റ്റായിട്ട് ഇരുന്നിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് നിക്കാബ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടേനു. നമ്മൾ നിക്കാബ് ഒരു 2-3 ദിവസം മുന്നേ ഓർഡർ എടുത്തതേനു. അപ്പോൾ അത് മൊത്തത്തിൽ സെൻഡാക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ നിക്കാബ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോ. ഒരു 100 പീസ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി. ഒരു 10 ദിവസത്തിനുള്ളിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻ്റ് ആക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗ് എപ്പോഴെങ്കിലും ആയിട്ട് വരാം. കുറച്ച് കാലം പ്രൈവറ്റായിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നുമില്ല കേട്ടോ. വീഡിയോ ഇടാണ്ടിരിക്കാൻ വേണ്ടാന്ന് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബൈ.